ഹലോ എവ്രി വൺ. സോ നമ്മൾ ഇന്നലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള സെറ്റപ്പുകൾ. പക്ഷേ നമുക്കിന്ന് ഓവറോൾ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സ് ഇന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്നും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് അല്ലെങ്കിൽ അതിൽ നിന്നൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ ട്രേഡുകൾ, ഞാൻ പറയുന്നത് ട്രേഡേ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇൻട്രാഡേയിൽ അനലൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ട്രേഡുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം ഇതെന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇത് ഒരു മൂവ്മെൻറ്റുള്ള ട്രേഡായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രീ മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് അല്ല ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൽ നമുക്ക് ബിഗ്ഗർ മൂവ്മെൻറ്റ്സ് ഇല്ല. അതായത് ഇപ്പം ഈ ഒരു റേഞ്ചിനുള്ളിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ, ഇത്രയും മൂവ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ബ്രേക്ക് നടന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ, ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയെന്നറിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ മൂവ്മെൻറ്റുകളാണ്, വലിയ ബിഗ്ഗർ മൂവ്മെൻറ്റുകൾ. ചെറിയ സ്റ്റോപ്പ് ലോസ്, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വലിയ മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന ട്രേഡുകളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ട്രേഡ് ഇല്ലായിരുന്നു ഈ ഒരു സ്കെയിലിൽ. പക്ഷേ സ്കാൽപ്പിംഗ് ലെവലിൽ നമുക്ക് ട്രേഡ്സ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻട്രാഡേയിലുള്ള പ്രൈസ് ആക്ഷൻസ് ചെറിയ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റ്സിലോ 1 മിനിറ്റിലൊക്കെയുള്ള ടൈം ഫ്രെയിമിലുള്ള അനാലിസിസ് വെച്ചിട്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ട്രേഡ് എടുക്കാൻ പറ്റുക. അതെനിക്ക് പ്രീ മാർക്കറ്റിൽ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അന്നത്തെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ട്രേഡ്സ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ ഓവറോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇന്ന് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പിൽ കിട്ടുന്ന ട്രേഡുകൾ നിങ്ങൾ പേഷ്യൻസോടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസ് വേണം എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇല്ലാത്തതും, എന്നാൽ നമുക്ക് വളരെയധികം നിർബന്ധമുണ്ട്. ട്രേഡിങ്ങിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുക. വലിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. എനിവേ, നമുക്കിനി ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് നാളത്തേക്കുള്ള അനാലിസിലേക്ക് കിടക്കാം. സ്വാഭാവികമായിട്ടും ഇന്നലെയും സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അടുത്ത് തന്നെ നമുക്കൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യണം എന്താണെങ്കിലും നമുക്ക് നാളത്തെ ഒരു സെറ്റപ്പ് അനലൈസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഫിൻ നിഫ്റ്റിയാണ്, ഫിനാൻഷ്യൽ സർവീസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഇന്ന് എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് തന്നെ നാളെ പ്രീമിയം നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്യുന്നത് അത്ര ഓക്കെ അല്ല. പിന്നെ മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ മൺഡേ എക്സ്പയറി കഴിഞ്ഞാണ്. അപ്പോൾ അതും കുറച്ച് റിസ്ക്കി ആയിരിക്കും. നമുക്ക് ഏറ്റവും ബെറ്റർ നാളെ എക്സ്പയറി ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയും മറ്റൊന്ന് എക്സ്പയറിയുള്ള നിഫ്റ്റിയിലുമാണ് നമ്മൾ ഇന്ന് ട്രേഡ് സെറ്റപ്പ് നോക്കുന്നത്. സോ നമുക്ക് ആദ്യം നിഫ്റ്റിയിലുള്ള ട്രേഡ് സെറ്റപ്പ് നോക്കാം. നിഫ്റ്റിയിലുള്ള ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര സെറ്റപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി പുറത്ത് കിടക്കണം. ഞാനിപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 400 താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൽ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. അപ്പം നാളത്തേക്കുള്ള അനാലിസിസ് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ബുള്ളിഷ് സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ആഫ്റ്റർനൂൺ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ബൈയിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് വോളിയം ആണ് ഇത്തരത്തിലുള്ള അപ്പ് മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുള്ളത്. അതൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡിനെ നമുക്ക് കാണിച്ചു തരുന്ന ടൈപ്പ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാളെ പോയിട്ട് ബൈ ചെയ്യുക എന്നുള്ള രീതിയിലല്ല നമ്മൾ എടുക്കണം. നമ്മളെപ്പോഴും സെറ്റപ്പിൽ തന്നെയാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, ഞാൻ ട്രേഡുകൾ പറഞ്ഞുതരാം. അപ്പോൾ അതിലുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്, ഇവിടെ ലോവർ ലെവലിലേക്ക്, അതായത് ഇതാണ് നമ്മുടെ ട്രെൻഡ്, നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ലൈൻ, 2 ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രെൻഡ് ലൈനിൽ, അതായത് ഇന്നത്തെ ബൈയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നാളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ നിഫ്റ്റിയിൽ ആഫ്റ്റർനൂൺ നടന്ന ബൈയിങ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പും അതിനുശേഷം ഒരു ബൈയിങ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ഞാനെങ്ങനെ വരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. 26 മാർച്ച് മുതൽ 26 മാർച്ച് ഉണ്ടായ ഒരു പോയിൻറ്റും ഉണ്ടായ ഒരു സ്വിങ്ങും, അതിനുശേഷം 27 ഉണ്ടായ സ്വിങ്, അത് രണ്ടും ടച്ച് ചെയ്തിട്ട്
വരച്ച ട്രെൻഡ് ലൈനാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ഇന്നും ആ ഒരു ട്രെൻഡ് ലൈൻ, ആ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇന്നും നടന്നത്. അവിടെ ആ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തപ്പോഴാണ് ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നാളെ ഒരു അപ്പ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ചെയ്യേണ്ടത് എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ, ഈ സ്റ്റോക്ക് മീൻസ് ഈ ഒരു നിഫ്റ്റി എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്യുന്നത്, അപ്പം അടുത്ത എന്താ പറയുക ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നാളെ ചിലപ്പം ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിലോ എങ്ങനെ ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കണം. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലായിരിക്കണം ഓപ്പണിംഗ് വരുന്നതും ട്രേഡിംഗ് ആക്ടിവിറ്റി ഒക്കെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ തട്ടുന്നത്, ഈ ട്രെൻഡ് ലൈനിൽ എപ്പോഴാണോ നിഫ്റ്റി തട്ടുന്നത് അപ്പോഴൊക്കെ നമുക്ക് ബൈ ഓർഡർ എടുക്കാം. അതൊന്ന്. ഇനി ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒരു ബൈ ഓർഡർ എടുത്തു, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഈ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്തു, പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതും അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗണിലായിരുന്നു, അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴോട്ട് പോയി എന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരൊറ്റ സെൽ എൻട്രി മാത്രമാണ് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. ആ സെൽ എൻട്രി എന്ന് പറയുന്നത് ഇന്നത്തെ ലോ, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ റേഞ്ച് 400, ഇന്നലെയും ഞാൻ 400 തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇന്നും നമുക്ക് 400, 22,400 താഴോട്ട് ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 350 വരെയുള്ള ഒരു 50 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും താഴോട്ട്. നിഫ്റ്റിയിലുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. 400 ബ്രേക്ക് ചെയ്താൽ, 400 ബ്രേക്ക് ചെയ്തിട്ട് 22,400 ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 22,390, 392 അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് നല്ല താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 350 ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു 40 to 50 പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് സെൽ എൻട്രിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 400 ബ്രേക്ക് ചെയ്യുക നോക്കുക, ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ എപ്പോൾ ടച്ച് ചെയ്താലും ബൈ ചെയ്യാം. അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ നമ്മൾ എൻട്രി എടുക്കരുത്. ഒന്നുകൂടി പറയാം, നാളെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ്, അതായത് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യണം നിർബന്ധമല്ല. റിവേഴ്സ് ചെയ്തേക്കാം, പക്ഷേ നിർബന്ധമല്ല. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാതെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്താലും ബൈ ചെയ്തോ, ഷുവർ ഷോട്ട് ആയിരിക്കും. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 50 above പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നിഫ്റ്റിയിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ മാർക്കറ്റിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ രണ്ട് സിറ്റുവേഷൻസും, ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒഴിവാക്കരുത് എന്നുള്ളതാണ് ഒന്ന്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് വേസ് ആയിരുന്നു. നമുക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് കിട്ടിയിട്ടില്ല. സ്കാൽപ്പിംഗ് മൂവ്മെൻറ്റ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റെഡ് ലൈൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഏരിയ, അതായത് ഓൾമോസ്റ്റ് പറയും 47,660 മുതൽ 47,700, ഈ ഒരു 40 പോയിൻറ്റിൻ്റെ റേഞ്ച്, 47,700ൻ്റെയും 47,660ൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാതെ ഈ റേഞ്ച് എങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 48,000 മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇങ്ങനൊരു മൂവ്മെൻറ്റ്, ഇങ്ങനൊരു ബ്രേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യുക. അതായത് 47,700ൻ്റെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 300 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും. നിഫ്റ്റി ബാങ്കിൽ 47,700 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 300 പോയിൻറ്റ്. അപ്പോൾ 300 പോയിൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ആഫ്റ്റർനൂണിൽ ഒരു 2:30 ശേഷമൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ എൻട്രി ചെയ്യരുത്. കാരണം സമയമില്ല നമുക്ക്. അപ്പോൾ എപ്പോഴും ഒരു ഒന്നുകിൽ മോർണിംഗിൽ ഒരു 10 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഉച്ചൻ്റെ മുൻപായിട്ട് ഒരു ബ്രേക്ക് നടക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 48,000 എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ലാതെ ഉച്ച കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയമല്ല. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഇത്രയും പോയിന്റ് പോകണം നിർബന്ധമല്ല. എങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാം, പക്ഷേ ഇത്രയും വലിയ പോയിന്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇത്രയും വലിയൊരു 300 പോയിൻറ്റിൻ്റെ മൂവ് എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ടൈമിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടൊക്കെ പൊസിഷൻസ് കീപ്പ് ചെയ്യാം. പക്ഷേ 447-770 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ, ഒന്ന്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇവിടെ ഞാൻ ഈ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ബോക്സ്, ഇവിടെ ബാങ്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ചെയ്യാനുള്ളൊരു റേഞ്ചാണ്. അതായത് ഡിമാൻഡ് സോണാണ് ഞാനിപ്പോൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു
ഗ്രീൻ സോൺ എന്ന് പറയുന്നത്. ഡിമാൻഡ് സോൺ ഓൾമോസ്റ്റ് പ്രൈസ് നോക്കുന്നത് 47,370 ടു 47,450, ഓൾമോസ്റ്റ് ഒരു 80 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. അപ്പോൾ വലിയൊരു റേഞ്ചാണിത്. പക്ഷേ ഈ റേഞ്ചിലേക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു ഫാസ്റ്റ് റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന്. പക്ഷെ അവിടെ നമുക്ക് ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ലെവൽസൊക്കെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് വേണം ഇവിടെ റിവേഴ്സിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇൻട്രാഡേയിൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 47,370 താഴോട്ട് ബാങ്ക് നിഫ്റ്റി വരികയാണെന്നുണ്ടെങ്കിൽ 47,200 മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഓൾമോസ്റ്റ് വരുന്നത് 150 പോയിൻറ്റിൻ്റെ മൂവ്. ഓക്കെ, അപ്പോൾ താഴോട്ട് നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും 300 പോയിൻറ്റിൻ്റെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡിമാൻഡ് സോണിലൊക്കെ വരുന്ന സമയത്ത് ബുള്ളിഷ് എൻട്രികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ബുള്ളിഷ് എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി ഈ 2 എൻട്രീസ് ആണുള്ളത്. അപ്പം നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്തോ, നിങ്ങൾ നിഫ്റ്റിയിൽ നാളെ നിങ്ങൾ ചെറിയ ചെറിയ ട്രേഡുകളൊക്കെ എടുത്തോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ 2 സിറ്റുവേഷനും ഈ സിറ്റുവേഷനും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ചെറിയ ഒരു 50 പോയിൻറ്റോ അല്ലെങ്കിൽ 30 പോയിൻ്റൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 300 പോയിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് നല്ല ട്രേഡാണ്. 300 പോയിൻ്റൊക്കെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ള പ്രോഫിറ്റൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ ട്രേഡിൽ കിട്ടും. അത്രയും വലിയ ട്രേഡുകളാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും 50 പോയിൻറ്റിൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ആണ്. 50 പോയിൻ്റ് എന്ന് പറഞ്ഞാലും വലിയ എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഞാൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓവറോൾ ഓപ്പർച്യൂണിറ്റികളാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ടെക്നിക്കൽ, നിങ്ങളുടെ ടെക്നിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻട്രാഡേ ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുക. സോ